this question, a line 60 mm long, a line 60 mm long has its end A, has its end A 30 mm above HP, has its end A 30 mm above HP and 25 mm in front of VP and 25 mm in front of VP. The top view and front view has the top view and front view has a length of 40 mm, has a length of 40 mm and 55 mm respectively, and 55 mm respectively. Draw the front view, sorry, draw its projections, draw its projections. Okay, so ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? First step, read the question carefully. Step by step, read the question, take the time. അതിന് വേണ്ടിയിട്ടൊരു at least 1 minute you have to spend for reading the question carefully. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് സീരീസ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ട് പറയുന്നതാണ്, സർ നമുക്ക് പഠിച്ചതൊക്കെ മനസ്സിലായി, പക്ഷെ പഠിപ്പിച്ചതും മനസ്സിലായി, പഠിച്ചതും മനസ്സിലായി, ക്വസ്റ്റ്യൻ കിട്ടിയപ്പോ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ ഇത് ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒത്തിരി ലൈക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ സാറൊക്കെ ഒത്തിരി വർഷമായി ഇത് പഠിപ്പിക്കും. നമ്മൾ എല്ലാ പ്രാവശ്യവും കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണിത്, ലൈക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. Stuck with the question. So അല്ലെങ്കിൽ അത് wrong ആയിട്ട് വരച്ചു. ഇതിന്റെ മെയിൻ റീസൺ, you have to read the question carefully, understand the question. After that you start drawing. So for that, first you have to practice by drawing the question. നിങ്ങൾ വീട്ടിൽ പഠിക്കുമ്പോഴത്തേക്കും നോക്കി പഠിക്കരുത്, ഗ്രാഫിക്സ് ഒരിക്കലും നോക്കി വായിച്ച് പഠിക്കരുത്. You have to draw the question, read the question. From that, you just draw it a rough paper. Rough paper, rough ആയിട്ട് ഞങ്ങളിപ്പോ ഈ വരയ്ക്കുന്ന, ഞാൻ നിങ്ങൾക്ക് ഓൺ സ്ക്രീനിൽ വരച്ച് കാണിക്കുന്ന ഇറ്റ്സ് എ റഫ് ഡ്രോയിങ്. ബട്ട് റഫ് ഡ്രോയിങ് ആണെങ്കിൽ പോലും യു വിൽ ഗെറ്റ് ടു നോ ദ കൺസെപ്റ്റ്. ഇത് എങ്ങനെയാ വരുന്നതെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ബൈ ഡ്രോയിങ്, നോട്ട് ബൈ ലുക്കിംഗ്. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ, first read the question, then if you can please make a rough sketch. ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒരു റഫ് സ്കെച്ച് ആയിട്ട് വരയ്ക്കാം. ആ ഒരു റഫ് സ്കെച്ച് വരച്ചിട്ട് കൺഫ്യൂഷൻ ഉള്ളവർ, ഇനി നമ്മൾ അടുത്ത മൾട്ടി ക്വാർട്ടർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരും ചിലർക്ക്. അങ്ങനെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ പ്രോബ്ലത്തിന്റെ ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു വയ്ക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് XY, ഞാൻ ജസ്റ്റ് ഒന്ന് പെണ്ണൊന്ന് എടുക്കട്ടെ. നമ്മൾ ഫസ്റ്റ് എന്താണ്, XY വരയ്ക്കും, ദെൻ VP HP മാർക്ക് ചെയ്യും, VP HP മാർക്ക് ചെയ്യും, ദെൻ ലോക്കസ് ഓഫ് എയും A', ലോക്കസ് ഓഫ് എയും മാർക്ക് ചെയ്യും, ദെൻ ലോക്കസ് ഓഫ് ബിയും, ലോക്കസ് ഓഫ് B', ഇത് B', A', A, B. Then ഇത് രണ്ടും കൂടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ജോയിൻ ചെയ്യും. ഒരു എൻഡിൽ A' എയും മാർക്ക് ചെയ്യും. ദെൻ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ B1' വരയ്ക്കും. ദെൻ ഫ്രം B1' ടു A വരെ വരയ്ക്കും. ദാറ്റ് ഈസ് B1. Then B1 നിന്ന് B1 എടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് AB കിട്ടും.
AB കിട്ടും. അതേപോലെ ഇവിടെ B2 എന്ന് vertical line വരച്ചു കഴിയുമ്പോൾ, sorry, assume this as vertical line, then you will get B2. From B2 if you draw an arc, you will get B dash, then join A B dash, and this that will be a vertical line. So this is the procedure. So this procedure നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മൊഡ്യൂളും ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഫ്രണ്ട് വ്യൂ ലെങ്ത് ഏതാണ്, ടോപ്പ് വ്യൂ ലെങ്ത് ഏതാണ്, ട്രൂ ലെങ്ത് ഏതാണ്, ഇൻക്ലിനേഷൻ ഏതാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് a line AB 60 mm long. That means this one is the true length. So first thing first you have to understand that the 60 mm is the true length. Then the end A is 30 mm above HP and 25 mm in front of AB. 30 mm above HP and in front of AB. That means the line is in the first quadrant. So the next point you'll understand from the question is the line is in the first quadrant. So you have to draw in the first quadrant. Then the top view and front views has a length of 40 mm and 55 mm. So the top view length is 40 mm and front view length is 50 mm. That means ഏതൊക്കെയാണ് A B2 A dash B2 dash A dash B2 dash എത്രയാണ്? A dash B2 dash എത്രയാണ് ഇവിടെ? From this question, length ഏത് ലെങ്ത് 40 ആണോ 55 ആണോ? ഞാൻ പേരെടുത്ത് വിളിക്കണോ? ഗിരി ഹലോ സർ. ഓക്കെ. ഈ A dash B2 dash ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഏത് മെഷർമെന്റ് ആണ്? എന്തോ ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഏത് പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്? പ്ലെയിൻ എന്ന് പറയുന്നത് HP VP ആണ് ഉദ്ദേശിക്കുന്നത്. ഏത് പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്? VP യില് ആണോ? ആണോടാ? ഞാൻ തെറ്റിച്ചൊക്കെ ചോദിക്കും. കറക്റ്റ് ആയിട്ട് പറയേണ്ടത് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും. ഉറക്ക പറയണം. VP യിലാണോ? ആണോ? ബേത്തിൻ ഇനി പോകരുത്, അവിടെ നിൽക്കുക. ബേത്തിനുണ്ടോ? ദേവനന്ദന? ഓക്കെ. ഏത് പ്ലെയിനിലാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്? On which plane will get the front view?
ഫ്രണ്ട് കിട്ടുന്നത് VP-യില് അതാ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. ഫ്രണ്ട് യൂസിന്റെ VP അങ്ങനെ വരൂ. ഓക്കെ, സോ ഫ്രണ്ട് വിൽ ബി ഓൾവേസ് VP. ഇവിടെ ഈ A', B', എന്ന് പറയുന്നത് ഏതായിരിക്കും? ഒന്നുമില്ല. A', B', എന്ന് പറയുന്നത് ഏത് ലെങ്ത് ആയിരിക്കും? ഏത് മെഷർമെന്റ് ആയിരിക്കും A', B'? 55 mm, sir. 55 mm. So A', B', എന്ന് പറയുന്നത് 55 mm ആണ്. സോ ഈ 55 mm-ല് ഇത് 55 mm ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കി true length 60 mm ആണ്. Then the line is in the first quadrant. The position of VP will be, so the position of VP and HP will be, VP will be above XY line and HP will be below XY line. Then A', B', length also equal to A', B' length equal to 55 mm. Similarly, AB1 equal to AB equal to 40 mm. So ഇത്രയും നമുക്ക് കിട്ടി കഴിഞ്ഞാൽ how to നമ്മൾ ബാക്ക് ബിഹൈൻഡിന് തിരിച്ചാ പോകേണ്ടത്. നമുക്ക് we have to find out the true inclinations and true inclinations കണ്ടുപിടിക്കണം. ട്രൂ ഇൻക്ലിനേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി what we have to do? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ XY വരയ്ക്കുക. Then find out the locuses of A' and A വരയ്ക്കുക. Also locate position of HP and VP. ഈ വരയ്ക്കുന്ന എല്ലാം ലൈറ്റ് ആയിട്ട് വരയ്ക്കണേ. ഫൈനൽ ആ AB, A', B' മാത്രമേ ഡാർക്ക് ആയിട്ട് വരയ്ക്കാവൂ. എല്ലാവരും വരയ്ക്കുക. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരും വെറുതെ ഇരിക്കരുത്. ഞാൻ ഇടയ്ക്ക് റാൻഡം ആയിട്ട് നിങ്ങളുടെ നോട്ട് കാണിക്കാൻ പറയും. കാണിക്കുമല്ല, എനിക്കത് ഞാൻ പേര് വിളിക്കുന്നവരുടെ ആ കറന്റ് ക്വസ്റ്റ്യൻ മാത്രം ഫോട്ടോ എടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും വരയ്ക്കുക. എനിക്കത് നിങ്ങൾ വരയ്ക്കുന്നത് പേഴ്സണലി ക്ലാസ്സിലായിരുന്നെങ്കിൽ ഐ വിൽ കം ടു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു ആൻഡ് പേഴ്സണലി ഇവാലുവേറ്റ് ഡ്രോയിങ് ഇവാലുവേറ്റ് ചെയ്തേനെ. ബട്ട് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഐ കാൺട്ട് ഇവാലുവേറ്റ് യുവർ
അങ്ങ് ഫോളോ ചെയ്യാൻ നേരം നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ ബാക്ക് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേണ്ടല്ലോ, ജസ്റ്റ് ഹോം സ്ക്രീൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിഹൈൻഡ് റൺ ചെയ്തോളും. നിങ്ങൾ ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. അതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. സോ ഐ തിങ്ക് നിങ്ങൾ ഇത്രയും വരച്ച് കാണും. ലോക്കസസ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ലോക്കസ് ഓഫ് എ ആൻഡ് എ ഡാഷ്. എങ്ങനെയാണ് എ ആൻഡ് എ ഡാഷ് മാർക്ക് ചെയ്യുന്നത് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തുകൊണ്ടാണ് ലോക്കസ് ഓഫ് എ ഡാഷ് മുകളിലും ലോക്കസ് ഓഫ് എ എക്സ് വൈക്ക് താഴെയും വന്നതെന്ന് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെയും പറയാം. എബവ് എച്ച് പി എന്ന് പറയുന്നത് that height we can see only on VP. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ആ ഹൈറ്റ് നമുക്ക് വി പിയിലാണ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്താണെങ്കിലും ഒരു നിങ്ങളുടെ മുമ്പിലെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് എച്ച് പി വി പി ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ലാപ്ടോപ്പിന്റെ സ്ക്രീൻ വി പിയും ലാപ്ടോപ്പിന്റെ കീപാഡ് എച്ച് പി ആണെങ്കിൽ ആ എച്ച് പിന്ന് ഉള്ള ഹൈറ്റ് ഡിഫറൻസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ ഹൈറ്റ് വി ക്യാൻ സീൻ ഓൺലി ഫ്രം ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എന്ന് സീ ആ ഹൈറ്റ് കാണുന്നത് എവിടെയാണ്? വി പിയിലാണ്. എനിത്തിങ് ഓൺ വി പി വിൽ ബി ഫ്രണ്ട് വ്യൂ ആയിരിക്കും. വി പിയിൽ വരുന്ന എല്ലാം ഫ്രണ്ട് വ്യൂ ആണ്. അതെല്ലാം നമ്മൾ ഡാഷ് ഇട്ടാണ് മീൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എ ഡാഷ് എക്സ് വൈ ലൈനിന്റെ മുകളിൽ എ എക്സ് വൈ ലൈനിന്റെ താഴെയും വന്നത്. അതായത് എ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ളത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണും. അത് എച്ച് പിയിലാണ് കാണുന്നത്. ഇൻ ദിസ് കേസ് എച്ച് പി വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. സോ ബിലോ എക്സ് വൈ ലൈൻ ആയിട്ട് 25 mm മതി. ആഫ്റ്റർ ദാറ്റ് ഈ എ ഡാഷ് ബി ഡാഷിലും എ ബിയിലും നിങ്ങൾക്ക് രണ്ട് ലെങ്ത് അറിയാം. എ ഡാഷ് ബി ഡാഷില് 55 mm എ ബിയില് 40 mm. സോറി, ലോക്കസ് ഓഫ് എ ഡാഷിൽ 55 mm ലോക്കസ് ഓഫ് എയില് 40 mm മാർക്ക് ചെയ്യുക.
Okay, after that, നമുക്ക് ഈ രണ്ട് പോയിന്റും കിട്ടി കഴിഞ്ഞാൽ we know the true length is 60 mm. So ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് this is നമുക്കറിയാം this is B2 dash and this is B1. So ഇത് B2 dash ആണെന്നും അത് B1 ആണെന്നും അറിയാം. So നമുക്ക് B1 എങ്ങനെയാണ് കിട്ടുന്നത്? From B1 dash we project downwards to locus of A to get B dash. Sorry, B1, right? From B1 dash we project downwards. Sometimes it will be downwards, so sometimes it will be upward. So we will project that to A. അങ്ങനെ പഠിക്കാം. From B1 dash we will project to A to get B1. Similarly, from B2 we project to locus of A dash to get B2 dash. That's our procedure. Then we rotate based on A dash, B2 dash. Based on A dash, we will rotate. Then A, B1. Based on A, we will rotate to get AB and A dash, B dash. Similarly. So from we know the true length is 60 mm. Now what we do? So A dash is 60 mm എടുത്ത് ഈ B1 ന്റെ ലൈനിൽ കട്ട് ചെയ്യാം. ആ പോയിന്റ് ആയിരിക്കും B1 dash. അതേപോലെ 60 mm എടുത്ത് A സെന്റർ ആക്കി വെച്ചുകൊണ്ട് we cut a line on B2 dash line, so we'll get B2. This is that. So ഇത് മാർക്ക് ചെയ്യാം. Sir, Ah, sir, step once more ഒന്നൂടെ പറയാമോ? കേട്ടില്ലടാ. സാറ് സ്റ്റെപ്പ് ഇപ്പോ നമ്മൾ കട്ട് ചെയ്തില്ലേ അടുത്ത്, സാർ അത് ഒന്നുകൂടി. ഓക്കെ, സോ നമ്മള് ഈ രണ്ട് പോയിന്റ് കിട്ടുന്നത് മനസ്സിലായോ? എ ഡാഷ് B2 ഡാഷും എ ഡാഷ് B1 കിട്ടിയത് മനസ്സിലായോ? യെസ് സാർ, അതൊക്കെ ഓക്കെ. ഓക്കെ, ദെൻ 60 mm ആണ് ട്രൂ ലെങ്ത്. നമ്മൾ യൂഷ്വലി നമുക്ക് ട്രൂ ലെങ്ത്തിൽ നിന്നാണ് നമ്മൾ B1ഉം B2 ഡാഷും കണ്ടുപിടിക്കുന്നത്. ഇതില്ലേ, ഈ B1ൽ നിന്ന് ഇത് B1 ആണ്. ഈ B1ൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ താഴേക്ക് വരയ്ക്കുമ്പോഴാണ് നമുക്ക് B1 കിട്ടുന്നത്. സോറി, ഇത് B1 ഡാഷ്. ഈ B1 ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ നമ്മൾ താഴേക്ക് വരയ്ക്കുമ്പോഴാണ് we will get B1. Similarly,
ഫ്രം ബി ടു ഈ കേസിലാണ് വെർട്ടിക്കലും അപ്പോഴും പറയുന്നത്. സർട്ടൺ കേസസ് ഇങ്ങനെ ആയിരിക്കത്തില്ല. അത് ഞാൻ അടുത്ത കേസസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇൻ ദിസ് കേസ് ബി ടു നമ്മൾ അപ്പോർഡ് വരയ്ക്കുമ്പോൾ വി വിൽ ഗെറ്റ് ബി ടു ഡാഷ്. സോ ഈ ബി വൺ ആൻഡ് ബി ടു എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ലെങ്ത്തിന്റെ പോയിന്റ്സ് ആണ്. എ ഡാഷ് ബി വൺ ഡാഷ് ആൻഡ് എ ബി ടു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രൂ ലെങ്ത്. അപ്പൊ നമുക്ക് ഈ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വേർട്ടിക്കൽ വരയ്ക്കും. ആ വേർട്ടിക്കൽ വരയ്ക്കുന്ന ലൈനിൽ എവിടെയോ ആണ് the position of B2 and position of B1 dash. So we don't know where is the exact position of B2 and B1. So find out that we know that true length is 60 mm. So 60 mm true length ആണെന്ന് അറിയാവുന്നതുകൊണ്ട് A dash as center, B1 vertical line we cut a line. So that will be our B1 dash. Similarly, A as center, take 60 mm measurement, cut a line on B2 vertical line, we'll get B2. അതായത് സർ ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ 60 mm ആണ് എടുക്കുന്നത് അല്ലേ? 60 എടുക്കുന്നത് ബിക്കോസ് ട്രൂ ലെങ്ത് 60 ആണ്. ഈ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കറിയാലോ, നമ്മൾ ഒരിടത്ത് എഴുതിയിട്ടുണ്ട് എ ഡാഷ് ബി വൺ ഡാഷ് ഈക്വൽ ടു എ ബി ടു ഈക്വൽ ടു ട്രൂ ലെങ്ത്. സോ രണ്ടും ഈക്വൽ ആണ്. എ ബി നോട്ട് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കും. എ ബി ഇൻ എനി കേസ് എ ബി നോട്ട് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ആണ്. അത് ഒരിക്കലും ഈക്വൽ ആവത്തില്ല, ഒരു പ്രോബ്ലത്തിൽ ഈക്വൽ ആവത്തില്ല. ബട്ട് എ ഡാഷ് ബി വൺ ഡാഷ് ഈക്വൽ ടു എ ബി ടു ആണ്. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. So after that, this locate the four locuses. The locus of B dash, locus of B mark here. Locus of B dash and locus of B mark here. Then നിങ്ങൾക്ക് അറിയാവുന്ന procedure repeat ചെയ്യാം. ഇതാണ് ഫൈനൽ. ഇത് എല്ലാത്തിന്റെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ ആദ്യം ഇതിനകത്ത് എഴുതിയിട്ടേക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മെഷർമെന്റ് ഒക്കെ. ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കണം എന്നില്ല. ഈ മെഷർമെന്റ് ഒക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഡയമെൻഷൻ മാത്രം മതി. ഈ റെഡിലിട്ടേക്കുന്നൊന്നും ബുക്കിൽ ഉണ്ടാവരുത്. ഈ ഫൈനൽ ഡയമെൻഷൻ മാത്രം കറക്റ്റ് ആയിട്ട് വന്നാൽ മതി. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. വരയ്ക്കും.
Sir, Yes. sir, if we join this A dash to B2 and A to B1, both are 60, will it be wrong? A B2 and A dash B1 dash is 60. Yes, sir. No, sir. If we join like A dash to B2 and A to B1. A dash to B, A dash to B2. And A to B1. It's not right. A to B1, A dash to B2, we can't join. A dash to B2 is not right. Okay, sir. A dash to B2 അല്ലേ? A dash to B2. Yes, sir. A dash to B2 വരത്തില്ല. A dash to No, B2. sir, not A. B2, yes, sir, B2, B2. A dash to B2 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലൈൻ ഇല്ല. That line, sir, when you joined right now, you joined it. A dash means downwards. If that B2 line was extended little more upwards, that side. I don't understand what. So this B2 line, B2 line. Little more upwards if we extend it. Up to here, right? A little more till if it goes till locus of B dash. Locus of B dash or extend ചെയ്യേണ്ട കാര്യമില്ല. If you extend up to B dash, we didn't get anything. Then join. This one, right? Yes, sir. We can't get anything. Like the procedure says we can extend up to only up to A dash. A dash or extend. If we extend A dash B2 dash up to B, we didn't get anything. Like avadeyalla namukku B1 dash varum. Since A dash B1 dash is equal to AB, we don't get anything. Also, we just want to know other point. AB length less than A dash B dash length. Sorry, A dash B1 dash length. Or ഈ ട്രൂ ലെങ്തിനേക്കാളും ലെസ് ആയിരിക്കും നമ്മുടെ എ ബി ലെങ്തും എ ഡാഷ് ബി ഡാഷ് ലെങ്ത് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഈ ലെങ്ത് ദീസ് ടു ലെങ്ത് വിൽ ബി ലെസ് ദാൻ ദിസ് ലെങ്ത് ഓൾവേസ്. നമുക്ക് ഇവിടെ നേരെ വേർട്ടിക്കൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യും, വേർട്ടിക്കൽ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒറ്റ ലൈനേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ വരയ്ക്കുന്ന ലൈൻ, ഈ ബിയും B1 ഡാഷും തമ്മിൽ വരയ്ക്കുന്ന ലൈനും ഈ രണ്ട് ലൈനും തമ്മിൽ മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. ഈ B2 എന്ന് വരയ്ക്കുന്ന ലൈൻ ഒരു വേർട്ടിക്കൽ ലൈനായിട്ട് മീറ്റ് ചെയ്യത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരു ലൈനും ഇങ്ങനെ ഒരു ലൈൻ കിട്ടത്തില്ല, അത് റോങ് ആണ്. സോ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഈ ലൈൻ വരയ്ക്കാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. വി ഡോണ്ട് ഗെറ്റ് എനിത്തിങ്. ലൈക് ഉപയോഗം മീൻസ് വി ഡോണ്ട് ഗെറ്റ് എനിത്തിങ്. Since because ക്ലാസ്സിൽ ആദ്യം കറക്റ്റ് ആയിട്ട് കാണിച്ചു തരായിരുന്നു, ഇവിടെ ഓൺലൈൻ ആകുമ്പോൾ ബുദ്ധിമുട്ടുകളാണ്. So here is a line inclined in this direction. This is capital letter AB ആണെങ്കിൽ AB 60 mm long. So ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ ഇവിടെയും ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ ഇവിടെയും കിട്ടും. ഇതിന്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് ദിസ് ഇസ് AB ആൻഡ് ഇവിടെ കിട്ടുന്നതാണ് A dash B dash. സോ ഇതിൽ നിന്ന് നേരെ വേർട്ടിക്കൽ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ദിസ് ഇസ് 90, ഇവിടെ നിന്ന് നേരെ പ്രൊജക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഈ കിട്ടുന്നതാണ് B dash, ഇവിടെ നിന്ന് നേരെ പ്രൊജക്ഷൻ കിട്ടുമ്പോൾ കിട്ടുന്നതാണ് A dash. വെർട്ടിക്കൽ പ്രൊജക്ഷൻ വിൽ ബി A ആൻഡ് B. സോ അതാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ ആ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഈ ലൈൻ നമ്മൾ ഇതിനായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി എ 90 ഡിഗ്രി ലൈൻ ആൻഡ് ദിസ് വിൽ ബി എ 90 ഡിഗ്രി ലൈൻ. സോ അത് നമ്മൾ വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദിസ് ടു ലൈൻസ്, സ്ട്രേറ്റ് ലൈൻസ്. ഈ എൻഡ് ദിസ് ലൈൻ എന്ന് പറയുന്നത് ദിസ് AB
AB equal to A dash B1 dash equal to AB2. So ഇത് ഇത്ര ഈക്വൽ ആണ്. സോ ഈ എ ബി എന്ന് പറയുന്ന ഈ ലെങ്ത്തിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറെ ഈ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും യു വിൽ ഗെറ്റ് ദിസ് വൺ. ഈ വെർട്ടിക്കൽ ലൈൻ ദിസ് വെർട്ടിക്കൽ ലൈൻസ് ഈ എക്സ്റ്റൻഷൻ വെർട്ടിക്കൽ ലൈൻസ് മീൻസ് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ലൈൻ ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ അങ്ങനെ ഒരു ലൈൻ കിട്ടത്തില്ല. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലും വെർട്ടിക്കലി നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ലൈൻ ഇല്ല. അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ദർ ഇസ് നത്തിങ് like that there. So there is no need of extending that towards the upper line. We don't get any line. In actual case, this will be the scenario. നമുക്ക് ഈ ഒരു ഫിഗർ ലൈനില്ലേ, ഈ A dash B1 dash A B2 എന്ന് പറയുന്ന ലൈൻ നമ്മൾ ആക്ച്വലി ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് എ ബി ആൻഡ് എ ഡാഷ് ബി ഡാഷ് മാത്രം നിങ്ങൾ ഡാർക്ക് ആയിട്ട് വരച്ചാൽ മതി. നിങ്ങളുടെ ഫൈനൽ ഈ ഒരു ഫിഗർ ഈ ഒരു കണ്ടീഷൻ ആണ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ലൈനും മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രൊജക്ട് സ്പ്ലിറ്റ് ഇൻ ടു ടു ഫിഗേഴ്സ്. ദിസ് ഈസ് ദ ആക്ച്വൽ ലൈൻ. എ ബി ഇസ് ദ ആക്ച്വൽ ലൈൻ. വി സ്പ്ലിറ്റ് ദാറ്റ് ലൈൻ ടു ടു കേസസ്, എ ബി ആൻഡ് എ ഡാഷ് ബി ഡാഷ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നു. പക്ഷെ ഈ ഒരു ലൈനിന്റെ എക്സിസ്റ്റൻസ് അവിടെ ഇല്ല. നമ്മൾ ഈ ഫിഗറിൽ ശരിക്കും കാണിക്കുന്നെങ്കിലും അത് ആക്ച്വലി നമുക്ക് ഇതാണ് ആക്ച്വൽ കേസ്. ഈ ആക്ച്വൽ കേസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്, പ്രൊസീജിയർ ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഫിഗർ നോക്കി ഇതിൽ ഈ ഒരു ലൈൻ ഈ ബി ഡാഷും എ ഡാഷും തമ്മിലുള്ള ലൈൻ മാത്രമേ ഒരു ലൈൻ ഉള്ളൂ. ഈ രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനൊരു ലൈൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഫോർ ദ സേക്ക് ഓഫ് ഡ്രോയിങ് ഓർ ദ പ്രൊസീജിയർ സേക്ക് ഓഫ് പ്രൊസീജിയർ ആണ് നമ്മൾ ഈ ഒരു ലൈൻ വരയ്ക്കുന്നത്. ഈ ലൈൻ വരയ്ക്കുന്നത് അതായത് ഈ പ്രൊജക്ഷൻ ആൻഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഫോർ ദ സേക്ക് ഓഫ് ഡ്രോയിങ് ആണ്. നമ്മൾ വരയ്ക്കാൻ വേണ്ടി, അതായത് ഈ ഫിഗർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. ഒരു ആക്ച്വൽ ലൈൻ ഇല്ല. ആക്ച്വൽ ലൈൻ എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വെർട്ടിക്കൽ വരയ്ക്കാറ്. ഓക്കെ, ഓക്കെ. സോ ഐ തിങ്ക് ഡൗട്ട് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വി വിൽ പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് വൺ. So next one is the ഒരു സെക്കൻഡ് നോക്കട്ടെ. Okay. The distance between end projectors. അത് കഴിഞ്ഞിട്ട് മൾട്ടി ക്വാഡ്രന്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, a line AB has its end A 15 mm above HP. A line AB has its end A 15 mm above HP and 20 mm in front of VP and 20 mm in front of VP. The end B is 60 mm above HP. End B is in 60 mm above HP, and the line is inclined 30 degree to HP. And the line is inclined 30 degree to HP. This is the type ആണ്. The distance between the end projectors of the line is 55 mm. The distance between the end projectors
Draw the projections and find its inclinations to the AP. Okay, so ഇതിന്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകളൊന്ന് ഓർത്ത് നോക്കി. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചു. സോ ദ ലൈൻ എ ബി ഹാസ് ഇറ്റ്സ് എൻഡ് എ 15 mm above HP and 20 mm in front of PP, and the end B is 60 mm above HP and the line is inclined 30 degree to HP. So from everything we know that the line is in the first quadrant. So line first quadrant laanennu manasilayi, and the distance between the end projectors is 55 mm. That is distance between A dash A, the line connecting A dash A and B dash B is 55 mm. അതായത് ഈ പ്രോബ്ലത്തില് ഈ രണ്ട് ലൈൻ എ ഡാഷും ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈനും തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 55 mm ആണ്. അത് രണ്ടും തമ്മിലുള്ള ലെങ്ത് 55 mm. സോ ഹൗ വി ഡ്രോ ദാറ്റ്? ഫസ്റ്റ് വി ഡ്രോ, നിങ്ങൾ വരച്ചോളാം. ഫസ്റ്റ് നമ്മൾ XY ലൈൻ വരയ്ക്കുക, then locate locus of A dash and A, അതേപോലെ locus of ഏതാണ് above HP. above HP എന്ന് പറയുന്നത് ഏതാണ്? ഏത് ലോക്കസ് ആണ്? ഈ end B is 60 mm above HP. അപ്പൊ ഏത് ലോക്കസ് ആയിരിക്കും? somebody ലെന, ഏത് ലോക്കസ് ആയിരിക്കും? Locus of which one? The 60 mm. Locus of A dash അല്ല sir. Locus of B1 dash. B1 dash. Locus of B dash. Or B1 dash. Locus of B dash. Lena, please read the question carefully. Sorry sir. Okay. So the NB is 60 mm above HP. That means it is the locus 60 mm above HP. Above HP will be seen on the. Anything with respect to HP will be on VP. VP യിലുള്ള എല്ലാം ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അത് ഡാഷ് ആയിരിക്കും. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കും. So above HP means that will be on VP. VP ആണെങ്കിൽ it will be front view. That means dash. So it is, since it is B, is B dash. So locus of B dash is 60 mm above HP and the line is inclined 30 degree to HP. So HP inclination ആണ് 30 degree incline ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. 30 HP inclination, that means it is in the VP. A dash ൽ നിന്ന് 30 degree incline ചെയ്ത് നമുക്ക് വരയ്ക്കാൻ ലൈൻ വരയ്ക്കാൻ പറ്റും. Okay, and the distance between the end projectors is 55 mm. So how to draw it? First XY വരയ്ക്കുക, then നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൂന്ന് ലോക്കസ് ലൊക്കേറ്റ് ചെയ്യുക, then in between the lines ഈ 55 mm രണ്ട് vertical line വരയ്ക്കുക. ഇത്രയും വരയ്ക്കുക. ഈ അകത്ത് എഴുതിയേക്കുന്ന മെഷർമെന്റ് ഒക്കെ 15, 20 എന്നൊക്കെ എഴുതിയേക്കുന്നത് അവിടെ എഴുതണം എന്നില്ല, നിങ്ങൾ വെളിയിലേക്ക് മാറ്റി ഡയമെൻഷൻ ആയിട്ട് ചെയ്താൽ മതി. നിങ്ങൾ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വരച്ചിട്ടേക്കുന്നത്.
സാർ യെസ് സാറേ എ ഡാഷിന്ന് 30° ആംഗിളിൽ ഒരു ലൈന് അങ്ങോട്ട് നീട്ടി വരച്ചതിന് ശേഷം എ ഡാഷിൽ കോമ്പസ് വെച്ച് 16 mm എടുത്ത് ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്യണമല്ലേ സാർ? 60 mm അതിന്റെ വേർട്ടിക്കലാണ്, അതായത് ലോക്കസ് ഓഫ് ബി ഡാഷിന്റെ ലൈനാണ് 60 mm. സാർ A1 ഡാഷ് ടു B1 ഡാഷ് എത്രയാണ് ഡിസ്റ്റൻസ്? A1 അത് ഡാഷ് തന്നിട്ടില്ല. A1 dash to B1 dash length തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ. It is not given in the question. അപ്പൊ നമ്മൾ 60 mm വരയ്ക്കുന്നത് 60 mm ഇതാണ് ലോക്കസ് ഓഫ് ബി ഡാഷ്. This is ലോക്കസ് ഓഫ്, ബാക്കി ഓർത്തോളാം. ഓക്കെ. ലോക്കസ് ഓഫ് ബി ഡാഷ് ആണ് ഇത്. കുട്ടിയുടെ this is the locus of B dash. ഇനി ഇവിടെ നിന്ന് ആ 30 എടുത്ത് ഒരു ലൈൻ ഇങ്ങോട്ട് 30 എടുത്ത് വരയ്ക്കുമ്പോ ഈ കിട്ടുന്നതാണ് B1 dash. ഒരു സെക്കൻഡ്. ഇവിടെ നിന്ന് 30 എടുത്ത് കട്ട് ചെയ്യുമ്പോൾ what we get is B1 dash. From B1 dash നമ്മൾ vertical line നേരെ താഴേക്ക് അറിയും. We'll get B1. Now ഇത് 55 mm ആണെന്ന് അറിയാലോ, the distance between end position. So ഇവിടെ ഒരു എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം.
then this will be B. ഇനി നമുക്ക് അറിയാത്തത് ലോക്കസ് ഓഫ് ബി ഡാഷ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് എത്രയാണ്? B1 കിട്ടി. സോ വി നോ എ B1 എന്ന് പറയുന്നത് എ B1 ഈക്വൽ ടു എ ബി ആണ് അല്ലെ? സോ ഈ ലൈനിൽ എവിടെയോ ആണ് ബി. സോ ദിസ് ഇസ് ബി ഡാഷ്. സോ ഈ ലൈനിൽ, ഈ വെർട്ടിക്കൽ ലൈനിൽ സംവെയർ ഇസ് ദ ബി. ബട്ട് വി നോ എ B1 ഈക്വൽ ടു എ ബി ആണ്. സോ എ B1 എടുത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഈസ് ബി. സോ നൗ ദിസ് ഈസ് locus of B. Now join these two. Now we know the measurement of A dash B dash, A dash B1 dash, A dash B1 dash equal to A B2R. So E A dash B1 dash to compass scale of compass la measure ചെയ്ത് ഇവിടെ വരച്ച you will get B2. So ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഈ ഇൻക്ലിനേഷൻസ് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ നോട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതണം. It is the final answer. സാർ ഒന്നും കൂടെ പറയാൻ പറ്റുമോ? നമ്മൾ B1 മാർക്ക് ചെയ്തതിനു ശേഷമുള്ള ലോക്കസ് ഓഫ് എയില് B1 മാർക്ക് ചെയ്ത അടുത്ത് ഫസ്റ്റ് നമ്മള് XY വരച്ചു. ഫസ്റ്റ് XY വരച്ചു. 15 mm above ലോക്കസ് ഓഫ് A dash മാർക്ക് ചെയ്തു. 20 mm in front ലോക്കസ് ഓഫ് A മാർക്ക് ചെയ്തു. Then 60 mm above ലോക്കസ് ഓഫ് B dash മാർക്ക് ചെയ്തു. Then ഇത് രണ്ടും തമ്മിൽ നമ്മളൊരു ലൈൻ വരച്ചു. A dash A മാർക്ക് ചെയ്തു. Then 30 degree incline ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. We got B1 dash. Then 55 mm length ഇത് നമ്മൾ vertical line വരച്ചു. This is 55. We got B join B dash join A B dash. ഇത്ര മനസ്സിലായല്ലോ? From here നമ്മൾ ഈ B1 ഇത് നമ്മൾ B1 ഡാഷിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? Draw a vertical line towards A. B1 ഡാഷിൽ നിന്ന് A ലേക്ക് വരയ്ക്കുമ്പോൾ we get B2. Sorry, B1. We'll get B1. ഈ B1 A B1 equal to നമുക്കറിയാം A B1 equal to AB ആണ്. ഈ ലൈനിലാണ് നമുക്കറിയാം ഈ A dash and B dash എന്ന് പറയുന്നത് ഒരൊറ്റ ലൈനിലായിരിക്കും. A ഡാഷും B dash എന്ന് പറയുന്നത് ഒറ്റ ലൈനിലാണ് അല്ലേ? A dash and B dash എന്ന് പറയുന്നത് ഒറ്റ ലൈനിലാണ്. A ഡാഷിന്റെ ലൈൻ കിട്ടി. B ഡാഷിന്റെ ഈ ലൈനിൽ എവിടെയാണ് B ഡാഷ് എവിടെയാണ്? അപ്പോൾ B ഇവിടെ എവിടെയാണ്? ഓൾസോ വി നോ A B1 equal to AB ആണ്. A B1 എടുത്ത് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഈ കിട്ടുന്നതാണ് ലോക്കസ് ഓഫ് B. This is B. Join this two. Now either ഇത് ഈ പ്രൊസീജിയർ തിരിച്ച് ചെയ്യണം. നമ്മളിവിടെ ചെയ്ത ഈ പ്രൊസീജിയർ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ട് either ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ B1 കിട്ടും. അല്ലെങ്കിൽ ഈ മെഷർമെന്റ് നിങ്ങൾ നിങ്ങൾ ഈ മെഷർമെന്റ് കോമ്പസിൽ എടുത്തിട്ട് ഈ A സെന്റർ ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്താലും ഈ ലൈൻ വരയ്ക്കണമെന്നില്ല. ഇത് വരയ്ക്കണം എന്നില്ല. ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത്
ഈ മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എ B1 ഡാഷ് മെഷർമെന്റ് ഉണ്ടെങ്കിൽ എ ഡാഷ് B1 ഡാഷ് മെഷർമെന്റ് ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ഒരു ആർക്ക് എടുത്ത് കട്ട് ചെയ്താൽ മതി. ലോക്കസ് ഓഫ് ബിയിലേക്ക് നമുക്ക് B2 കിട്ടും. ഓക്കെ ഓക്കെ സാർ, ഓക്കെ.
കഴിഞ്ഞോ? Okay, so there's another question. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. A point A 20 mm above HP and 65 mm in front of VP. The point 15 mm below HP and the multi-quadrant problem. Multi-quadrant problem പോകുന്നതിന് മുമ്പ് നമുക്ക് multi-quadrantന്റെ വേറൊരു പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം ചെയ്യാം. The projectors of the line AB are 5 centimeter apart. That means the end projectors are 5 centimeter apart. The end A is 2 centimeter above HP and 3 centimeter in front of VP. 2 centimeter എന്ന് പറയുന്നത് 20 mm ആണ്. Okay, 3 centimeter in front of VP. End B is 1 centimeter below HP and 4 centimeter behind VP. Determine the true length, traces, and its inclination with the two plates. In the projectors of the ends of a line AB are 5 centimeter apart, 50 mm apart. The end A is 2 centimeter above HP and 3 centimeter in front of VP. And the end B is 1 centimeter below HP and 4 centimeter behind VP. Determine the true length and traces of AB and its inclination with the plates. How we draw this? Questions എല്ലാവരും എഴുതിയെടുത്തല്ലോ? Okay, so നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. How we draw this? First, we draw the XY. Then the line, the end A is 2 centimeter above HP and 3 centimeter in front of VP. So first end A is in the first quadrant and end B is in which quadrant? ഏത് quadrant ആണ്? 1 centimeter below HP and 4 centimeter behind VP. നമ്മുടെ മറ്റേ സാധനം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ക്വാഡ്രന്റ് വരയ്ക്കുകയാണെങ്കിൽ ഏത് ക്വാഡ്രന്റ് ആണ്? Above HP and in front of VP. This is behind VP and above HP, below HP and behind VP. So end A is in the first quadrant and end B is in the third quadrant. ഇങ്ങനെ നിൽക്കുന്ന ഒരു ലൈനാണ്. സോ ഇതിന്റെ പ്രൊജക്ഷൻ ആണ് വരയ്ക്കേണ്ടത്. So end A is in the first quadrant and end B is in the third quadrant. അത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. അത്രയും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ VP HP മാർക്ക് ചെയ്യണ്ട. ബിക്കോസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ VP മുകളിലും HP താഴെയാണ്. തേർഡ് ക്വാഡ്രന്റിൽ HP മുകളിലും VP താഴെയാണ്. സോ ഇവിടെ നിങ്ങൾ അത് മാർക്ക് ചെയ്യണ്ട. സോ
So XY വരയ്ക്കുക, VP HP യുടെ പൊസിഷൻ മാർക്ക് ചെയ്യേണ്ട. ഫസ്റ്റ് എന്റെ A is in 20 mm above HP. അപ്പം ഇവിടെ നമ്മള് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എനിക്ക് തിരിച്ചെഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് അങ്ങ് എഴുതുവാണ്. 20 mm above HP. That is locus of A dash. Then 30 mm in front of VP. Locus of E. Then ഇത് 30 mm. Then അടുത്തത് ഏതാണ്? End B is 1 centimeter below HP and 4 centimeter behind VP. Below HP എന്ന് പറയുന്നത് XY ലൈനിന് മുകളിൽ വരയ്ക്കണം, XY ലൈനിന് താഴെ വരയ്ക്കണം. മേഘ ഉണ്ടോ? മേഘ ഉണ്ടോ? അമൃത? അമൃത, am I audible? Hello? Yes, sir. Audible. എടാ ബ്രേക്ക് തരാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരും. നിങ്ങൾക്ക് 11 വരെയല്ലേ എന്റെ ക്ലാസ് യൂഷ്വലി. ഞാൻ ഈ പ്രോഗ്രാം ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ½ ബ്രേക്ക്, കണ്ടിന്യൂസ് ബ്രേക്ക് തരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഞാനും കഴിച്ചില്ല. ഇതാത്തെ രാവിലെ 7 മണിക്ക് വണ്ടി കയറി ഇരുന്നിട്ട് നേരെ ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനും കഴിച്ചിട്ടില്ല, സാരമില്ല. ഓക്കെ, ആരാ ഉള്ളേ? അമൃത ഉണ്ടോ? ഉണ്ടായിരുന്നില്ല അമൃത. അമൃത എവിടെ പോയി? മേഘ പോയി. പേര് വിളിക്കുന്നവരൊക്കെ ഇറങ്ങി പോടാ. ഓക്കെ, ബേത്തിൻ ഉണ്ടല്ലോ. ബേത്തിൻ, അമൃത വന്നു. ബേത്തിൻ പിന്നെയും പോയി. ബേത്തിൻ, മിസ്റ്റർ ബേത്തിൻ ബിജു. ബേത്തിൻ തന്നെയല്ലേ? BTHI അല്ലേ? ആ എടാ, ഈ ഇതിനകത്ത് ഈ 1 സെന്റിമീറ്റർ ബിലോ HP എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? XY ലൈനിന്റെ എവിടെയാണ് വരയ്ക്കേണ്ടത്? ബിലോ XY ലൈൻ ആണോ എബോ XY ലൈൻ ആണോ? അങ്ങനെയാണെങ്കിൽ അത് A ഡാഷ് ആണോ A ആണോ? സോറി, B ഡാഷ് ആണോ B ആണോ? കമന്റ് ചെയ്താൽ മതി. ഇതിനെ കമന്റ് ചെയ്താൽ മതി. B ഡാഷ് ആണ് XY ലൈനിന്റെ താഴെയാണോ മുകളിലാണോ? ബിലോ HP. സോ HP എന്ന് പറയുമ്പോൾ അത് ഏതിലായിരിക്കണം? VP യിലായിരിക്കണം. VP യുടെ പൊസിഷൻ ഇത് തേർഡ് ക്വാഡ്രന്റ് എവിടെയാണ്? മുകളിലല്ലടാ, താഴെയാണ്. അശ്വിൻ രാജ്, റൈറ്റ്. സോ താഴെയാണ്. Okay, so it will be below XY line because below HP means that will be on VP. In the third quadrant, that will be below XY line. So നമ്മൾ ഇവിടെ 1 centimeter below locus of B dash and 4 centimeter behind VP. That means on HP ഇവിടെ above XY line ആയിരിക്കും locus of B.
Then the distance between end projectiles is 5 centimeters. That means A dash. അതായത് ഇത് രണ്ട് തമ്മിൽ ഇത് A dash A B dash B ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ആണ്. And നിങ്ങൾ ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ ഒരു വീടുണ്ടോ? ഇല്ല, മുഴുവൻ പോയി. നിങ്ങൾ വരയ്ക്കുമ്പം ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒരു ലോക്കസ്, ഇവിടെ ഒരു ലോക്കസ്, ഇവിടെ ഒരു ലോക്കസ്, ഇതൊരു ലോക്കസ്. ദിസ് ഇസ് ലോക്കസ് ഓഫ് A dash, locus of B dash. This is locus of A, and this is locus of B. ഇത് രണ്ടും കൂടെ അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. എ ബി ഇങ്ങനെ, എ ഡാഷ് ബി ഡാഷ് ഇങ്ങനെ. ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് അടുത്തത് കിട്ടാം? ഇത്രയും കിട്ടി കഴിഞ്ഞാൽ how we find out the true length? That is the question. So here we have to find out the true length. So നമ്മുടെ usual procedure എങ്ങനെയായിരുന്നു? The xy A dash A, B dash B. നമ്മൾ A dash A യിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. Then ഇവിടെ നിന്ന് true length ആണെങ്കിൽ ഇവിടെ നമുക്ക് this is B1 dash, B1 ഡാഷിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ B1 കിട്ടും, ഇതിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ B കിട്ടും. അതേപോലെ ഓപ്പോസിറ്റും തിരിച്ചു. ഇവിടെ B ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, എ ബി കിട്ടിയിട്ടുണ്ട്. അതായത് സപ്പോസ് ഇതാണ് പോയിന്റ്, എ ബി കിട്ടിയിട്ടുണ്ട്. എ ബി കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് വി ഡു ടു ഗെറ്റ് B1 ഡാഷ്, ഈ B1 ഡാഷ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എ ബി, വി നോ എ ബി. What we do for getting B1 dash? A as center, AB as radius. We draw an arc towards locus of A. That is this one. Sorry. So we draw an arc towards locus of A to get B1. From there we draw a vertical line towards locus of B dash to get B1. So ഇവിടെ locus of B dash എവിടെയാണ്? ഇവിടെയാണ്. So ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും. Now join ഇത് രണ്ടും കൂടെ. ഏത് രണ്ടും കൂടെ? A dash, ഈ point. This is B1 dash. So this is how we draw the line. So since the procedure is remain same, procedure same ആണ്, പക്ഷെ കിട്ടിയ ഫിഗർ നോക്കി നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ വെർട്ടിക്കൽ ലൈൻ അല്ല മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ളത് അങ്ങനെ പഠിക്കരുത്. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഫ്രം B1 വി പ്രൊജക്ട് ഡൗൺവേർഡ്സ് ടു ഗെറ്റ് B1. ആ ഡൗൺവേർഡ് അപ്വേർഡ് എന്ന് പഠിക്കരുത്. ഫ്രം B1 വി പ്രൊജക്ട് ടുവേർഡ്സ് ലോക്കസ് ഓഫ് A. ഫ്രം B1 ഡാഷ് വി പ്രൊജക്ട് ടു ലോക്കസ് ഓഫ് A ടു ഗെറ്റ് B1. Then we rotate A as center to locus of B to get B. ഈ പറഞ്ഞത് B1 ൽ നിന്ന് നമ്മൾ എയിലേക്ക് പ്രൊജക്ട് ചെയ്തു, സോറി B1 ഡാഷിൽ നിന്ന് എയിലേക്ക് പ്രൊജക്ട് ചെയ്തു, അപ്പൊ B1 കിട്ടി. ദെൻ എ സെന്റർ ആക്കി വെച്ചുകൊണ്ട് എ B1 റേഡിയസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ബി കിട്ടി. നേരെ തിരിച്ചാണെങ്കിൽ എ ബി നമ്മൾ റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് എ സെന്റർ ആക്കി വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ B1 കിട്ടി. അവിടെ നിന്ന് നമ്മൾ ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് പ്രൊജക്ട് ചെയ്തപ്പം B1 ഡാഷ് കിട്ടി. ഇവിടെ നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഇതാണ്. We got AB length, then A as center, AB as radius, then we draw a curve to locus of A to get B1. From there we project towards upper point, that is project towards locus of B dash to get B1 dash. Okay. Now അതിന്റെ ബാലൻസ് ഇങ്ങനെ വരയ്ക്കുക. ബാലൻസ് എങ്ങനെയാണ്? ബാക്കി വരയ്ക്കണ എങ്ങനെയാണ്? എ ഡാഷ് ബി ഡാഷ് നമുക്ക് അറിയാം. ബി ഡാഷ് അറിയാം. ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു എങ്ങോട്ട്? ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക്. ബി ഡാഷിൽ നിന്ന് റൊട്ടേറ്റ് ടു ലോക്കസ് ഓഫ് എ ഡാഷ് ടു ഗെറ്റ്
B2. Or a B2 dash 80. From there, we project towards locus of B to get B1. Sorry, B2. ഇവിടെയാണെങ്കിൽ project upwards to get B2. Okay? Idea കിട്ടിയോ? അത്രയും വരയ്ക്കും.
ഓക്കെ, ഇത്രയും വരച്ചെന്ന് വിശ്വസിക്കുന്നു. Now നമുക്ക് ട്രേസസ് ലൊക്കേറ്റ് ചെയ്യണം. ട്രേസസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എക്സ് വൈയിൽ മീറ്റ് ചെയ്യിക്കും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത്? വി പി എന്ന് വരുന്നതാണ്. സോ ദിസ് വിൽ ബി എച്ച് ടി ഡാഷ്. അതേപോലെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈയിൽ മീറ്റ് ചെയ്യിക്കും. ദാറ്റ് പോയിന്റ് വി ടി. അവിടെ നിന്ന് വെർട്ടിക്കൽ വരയ്ക്കുമ്പോൾ നമുക്ക് വി ടി ഡാഷും എച്ച് ടി ഡാഷും എച്ച് ടിയും കിട്ടുമായിരുന്നു. ഇതായിരുന്നല്ലോ. ഇവിടെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന എക്സ് വൈയിൽ മീറ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി എക്സ് വൈയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റും ഈ പോയിന്റും ഓൾറെഡി എ ബി എക്സ് വൈയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. എ ഡാഷ് ബി ഡാഷ് എക്സ് വൈയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. എ ബി എക്സ് വൈയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എ ബി എക്സ് വൈയിൽ മീറ്റ് ചെയ്യുന്നത് എ ബി ഏത് പ്ലെയിനിലായിരിക്കും നമ്മൾ സാധാരണ വരച്ചേക്കുന്നത്? ബി പിയിലാണ്, എച്ച് പിയിലാണ്. എ ബി എച്ച് പിയിൽ വരയ്ക്കുന്നതുകൊണ്ട് ദിസ് വിൽ ബി വി ടി ആയിരിക്കും. ഈ പോയിന്റ് വി ടിയും ഈ പോയിന്റ് എച്ച് ടി ഡാഷുമാണ്. എച്ച് ടി ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ എ ബിയിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് എച്ച് ടി. ഇവിടെ നിന്ന് വെർട്ടിക്കൽ എ ഡാഷ് ബി ഡാഷിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് വി ടി ഡാഷ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ട്രേസസ് വരയ്ക്കുന്നത്. അല്ലേ? അതന്നെ തന്നെ. ഞാനിത് മുഴുവൻ ഒന്ന് വായിക്കാണേ. ഓക്കെ, സോ നോക്കുക, ഇത് എച്ച് ടി ഡാഷ് ആണ്. വി ടിയും എച്ച് ടി. ദിസ് ഈസ് locus of B. This is locus of A dash. This is locus of B dash. Locus of A. ഇത് നോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കാം. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഹോംവർക്ക് ആണ് തരും, അതിങ്ങനെ നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ആ ഹോംവർക്ക് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കുക നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. എനിക്ക് പേഴ്സണലായിട്ട് അയക്കും. ഇന്ന് തന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്കും ചെയ്തയക്കണേ. 3 മണിക്ക് മുമ്പ് ചെയ്തയക്കാം. നിങ്ങൾക്ക് 1 മണി വരെ അല്ലേ 1:30 വരെ അല്ലേ ക്ലാസ് ഉള്ളൂ. 3 മണിക്ക് മുമ്പ് തിരിച്ച് സബ്മിറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരും. അത് നിങ്ങൾ സോൾവ് ചെയ്ത് 3 മണിക്ക് മുമ്പ് എനിക്ക് തിരിച്ചയക്കും.
Okay, so moving to the next question. Question സർ ഇത് ഹോംവർക്ക് അല്ലേ? this is a homework question. ഓക്കെ സർ. Oh, ഇത് homework ആയിട്ട് എഴുതണ്ട കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് ആണ്. ഇത് homework ആയിട്ട് എഴുതി. Attendance, Cyber, 1. Adil Shah. Adil Shah.
അഭയ് Present, sir. ഈ വിളിക്കുന്നതാണ് നിങ്ങളുടെ നമ്പർ. അഭയ് Present, sir.